ടെംപ്ലേറ്റ് വർക്കുകൾ, സ്ഥിരം ചെയ്യുന്ന ടെംപ്ലേറ്റ് വർക്കുകൾ ചെയ്തു തീർക്കാനുള്ള ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്, ഈ ഇന്റേൺസിന് ജോലി വേണ്ടേ? ഇന്റേൺസ് അപ്പൊ എന്ത് ചെയ്യും? കാരണം നമ്മൾ ഇന്റേൺസിനെ റീപ്ലേസ് ചെയ്തു AI വെച്ചിട്ട്. അപ്പൊ ഇന്റേൺസിന് ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോ പുതുതായിട്ട് വരുന്ന തലമുറകൾക്ക് അവരിതിലേക്ക് എക്യുപ്ഡ് ആവാൻ അവര് കൂടുതൽ കഠിന ശ്രമം നടത്തിയില്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടും. കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഏത് കാലത്തും ഉണ്ടാകുന്നതാണ്. സുരേഷ്, എന്റെ സംശയം, ഇപ്പൊ AI ടൂൾസിലൊക്കെ എക്വിപ്ഡ് ആകുന്നവര്, അല്ലെങ്കിൽ ഇപ്പൊ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലൊക്കെ പ്രാവീണ്യമുള്ള നമ്മൾ പ്രോംപ്റ്റിൽ പരിശീലിപ്പിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ ജോലി സാധ്യതയല്ലേ അത്? അതെ അതെ, അതിന് ശ്രമം നടത്തണം. നേരത്തെ ചോദിച്ചതിനെ ഇപ്പൊ കായിക അധ്വാനം, കായിക താരങ്ങൾ, പിന്നെ ഈ പരിചരണം നടത്തുന്ന നേഴ്സിംഗ്, പിന്നെ കുട്ടികളെ നോക്കുന്ന അങ്ങനത്തെ ഉള്ള ബേബി സിറ്റിംഗ്, ഇതിലൊന്നും AIക്ക് യാതൊരു സാധ്യതയില്ലാത്ത മേഖലയാണ്. പിന്നെ സഖാവ് പറഞ്ഞ മാതിരി നമ്മളൊരു കാർഷിക രാഷ്ട്രമാണ് ഇന്ത്യ. ഇവിടുത്തെ അടിസ്ഥാനപരമായി നമ്മൾക്ക് ഇവിടെ കേരളത്തില് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാനുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇവിടെ ഉണ്ട്. അത്തരം മേഖലകളിലേക്കും അതൊരു തൊഴിലായി കണ്ടിട്ട് ആളുകൾ കടന്നു വരുന്ന കാലമായിരിക്കും വരുന്നത് AI ഈ വരവോടുകൂടി. സംഭവമായിരിക്കും. സാർ, ഈ AI നമ്മൾ മെയിൻ ആയിട്ട് വില്ലനായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ഏത് മേഖലയിലാണ് ആ മേഖലയിലെ നമ്മളെ എഫിഷ്യന്റ് ആക്കാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആയിട്ട് കണ്ട ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല. പിന്നെ വരുന്ന തലമുറകളാണെങ്കിലും ഇപ്പൊ കൂടി കുറെ സ്കൂളുകളിൽ ഇപ്പോഴും AI ജസ്റ്റ് ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ്. പക്ഷെ അത് മാറി അതൊരു കോർ സബ്ജക്റ്റ് ആവണം. ആ തലമുറ നമ്മൾ പുതിയ AI അക്കമ്പനീഡ് ആയിട്ടുള്ള ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. പിന്നെ അത് മാത്രല്ല, സാർ നേരത്തെ പറഞ്ഞു ഇപ്പം റോബോട്ട്സ് മെഡിസിൻ കൊടുക്കുന്ന രീതിയാണ്. ഇപ്പം ഞങ്ങള് ഫസ്റ്റ് ഇയർ BAMS സ്റ്റുഡൻസ് ആണ്. ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരു രോഗിക്ക് ഒരു മെഡിസിനെയും കാട്ടിയും ഒക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ഒരു കരുതലായിട്ടുള്ള ഈ UK വന്ന ഹ്യൂമനോയിഡ് സംസാരിക്കും, അവരെ വിളിച്ചുണർത്തും, മരുന്ന് കഴിക്കാൻ സമയമായെന്ന് പറയും, എല്ലാം ചെയ്യും. പക്ഷെ എങ്കിൽ കൂടി ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു വേദനിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് വയസ്സെന്ന അച്ഛനമ്മമാർക്ക് ഒരിക്കലും റോബോട്ട്സിന്റെ ആവശ്യമല്ല വേണ്ട, സ്വന്തം മക്കൾ തന്നെയാണ് അടുത്ത് വേണ്ടത്. നേതാവിന് ഹർത്താൽ നടത്താൻ പറഞ്ഞത്. പക്ഷേ ഇല്ലാത്ത സമയത്ത് സോറി മക്കളില്ലാത്ത ഒരാൾക്ക് റോബോട്ടെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്നില്ലെന്നാണ് തെറ്റിയിരിക്കുന്നത്. പോസിറ്റീവായിട്ടല്ലേ? റോബോട്ട് അല്ലേ? ഇവിടെ എനിക്കൊരു ചെറിയ തിരുത്തുള്ളത്, സ്റ്റീം എഞ്ചിൻ മുതൽ റോബോട്ടിക്സ് വരെയുള്ള മെക്കാനിക്കൽ പരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ പോർട്ടിൽ വന്ന ഡെവലപ്മെന്റ്സ്, അതിനൊക്കെ ഒരു മെക്കാനിക്കൽ വശമാണുള്ളത്. മനുഷ്യന്റെ ജീവിതത്തിന് ദുസ്സഹമായതിൽ നിന്ന് ലളിതവൽക്കരിക്കുന്നത്. പക്ഷെ AIയുടെ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വേയിൽ മാത്രമല്ല തൊഴിലുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതൊരു ഇമോഷണൽ, അല്ലെങ്കിൽ അതിനുമപ്പുറം മറ്റൊരു തലത്തിൽ നമ്മളെ ഭരിക്കുന്ന രീതിയിൽ നമ്മുടെ മാനുഫാക്ചറിങ് കൺസെൻറ്റ് നമ്മളെങ്ങനെ ചിന്തിക്കണം. ഇപ്പം നേരത്തെ സാറൊക്കെ പറഞ്ഞതുപോലെ TVക്ക് വിജയിക്കുമെന്ന് ഇന്ന് നിർണയിച്ച അവർ നാളെ മറ്റൊരു പാർട്ടിയുടെ വിജയം തന്നെ സുനിശ്ചിതമാക്കി ഉറപ്പാക്കുന്ന രീതിയിലേക്ക് പൊളിറ്റിക്സിലേക്ക് ഇടപെടുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ AI എന്ന പ്രിയ സഖാവിൻ്റെ വരിയെ ഞാൻ കടമെടുക്കുകയാണ്. അതിനെയൊക്കെ തരണം ചെയ്യാൻ ഇത് പ്രാപ്തമാകുന്നു എന്ന രീതിയിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സംവിധാനം, ലീഗൽ ഫീൽഡ്, പ്രൊഫഷണൽ ഫീൽഡുകളൊക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.